അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആ കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ്. സ്റ്റാറെ പുറത്ത്, മിക്കേൽ സ്റ്റാറിയെ പരിശീലക സ്ഥാനത്ത് നിന്ന് ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുകയാണ്. സീസൺ പൂർത്തിയാകുന്നതിന് മുമ്പ്, അതായത് പകുതി നിൽക്കുമ്പോഴാണ് ഇപ്പം സ്റ്റാറെ പുറത്തേക്ക് പോകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് സ്റ്റാറെ പുറത്താക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റൂമറുകൾ വന്നിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിന് ശേഷം ഇതിന്റെ സാധ്യതകൾ വർദ്ധിച്ചിരുന്നു. അപ്പൊ ഇനി ആര് എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം സ്റ്റാറെ പോയി, ഓക്കെ, സ്റ്റാറയ്ക്ക് പകരം ഇനി ആര് വരും എന്നുള്ളതാണ്. ഇപ്പൊ താൽക്കാലിക ചുമതല അസിസ്റ്റന്റ് കോച്ച് TG പുരുഷോത്തമനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ ഹെഡ് കോച്ചായ തോമസ് ടോർസിനുമാണ്. പക്ഷെ ഇവർ താൽക്കാലികം മാത്രമാണ്. പുതിയൊരു കോച്ചിനെ അധികം വൈകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ ഇനി ആര് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന പേരുകൾ എന്ന് പറഞ്ഞാൽ 2 പേരുകളാണ്. ഒന്ന് സ്വാഭാവികമായിട്ടും ഇവാൻ വുക്കമിനോവിച്ച്, നമ്മുടെ സ്വന്തം ഇവാൻ ആശാന്റെ പേരാണ്. പിന്നെ അതിനൊപ്പം തന്നെ ഡെസ് ബക്കിംഗ്ഹാം ഇപ്പം ഫ്രീ ആയിരിക്കുകയാണ്. മുംബൈയുടെ മുൻ കോച്ച്, അത് മുംബൈ സിറ്റിയുടെ മുൻ കോച്ച്, മുംബൈ സിറ്റിക്ക് ISL ഷീൽഡ് നേടിക്കൊടുത്ത, ഇപ്പം നിലവിൽ ഇംഗ്ലീഷ് 2ാം ഡിവിഷൻ ക്ലബ്ബായ ഓക്സ്ഫോർഡ് യുണൈറ്റഡിനെ പരിശീലിപ്പിച്ച ഡെസ് ബക്കിംഗ്ഹാമിന്റെ പേരും വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് സോഷ്യൽ മീഡിയയിൽ അത് സംബന്ധിച്ചുള്ള #, ക്യാമ്പയിനിങ് ഒക്കെ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ ഒന്നും എത്താൻ പറ്റില്ല. കാരണം ബ്ലാസ്റ്റേഴ്സ് ഇനി ആരെയാണ് തിരഞ്ഞെടുക്കുക, മാനേജ്മെന്റ് ആരെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയം നമുക്കുണ്ടാവും എന്തായാലും. കാരണം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഫാൻസിന്റെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളൊന്നും പലപ്പോഴും എടുക്കുന്ന ഒരു മാനേജ്മെന്റ് അല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത്. ഇപ്പൊ ഈ മിക്കാൽ സ്റ്റാറിന്റെ കേസിലാണെങ്കിൽ തന്നെ ഫാൻസിന്റെ അമിതമായുള്ള ഒരു പ്രഷർ വന്നതിന് ശേഷമാണ് ഇപ്പം ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു ചോദ്യം വരുന്നത്, മിക്കേൽ സ്റ്റാറെ മാത്രമാണോ പ്രശ്നക്കാരൻ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മിക്കേൽ സ്റ്റാറെ മാത്രമല്ല പ്രശ്നക്കാരൻ. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ടാക്ടിക്കൽ ബ്ലണ്ടർ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന് ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊക്കെ സത്യമാണ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ലാസ്റ്റ് മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചു. പിന്നെ കളിക്കാത്ത, അതായത് പെർഫോം ചെയ്യാത്ത പ്ലേയേഴ്സിനെ വീണ്ടും അവരെ ഇറക്കി, അതായത് വീണ്ടും അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ഒരു പ്രോബ്ലം മാത്രമല്ല, അതായത് സ്റ്റാറെ മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മോശം അവസ്ഥയ്ക്ക് കാരണം, ഈ ടീമിന്റെ പ്രശ്നം തന്നെയാണ്. കാരണം ടീമിൽ നല്ല പ്ലേയേഴ്സ് ഇല്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ഇല്ലായ്മയും ഒരു പ്രോബ്ലം തന്നെയാണ്. മികച്ച വിദേശ താരങ്ങളുണ്ട് നമുക്ക്, അവർ ഗോളുകൾ നേടുന്നുണ്ട്. പക്ഷേ ഡിഫൻസിലെ പ്രശ്നങ്ങൾക്ക് കാരണം നല്ല ഇന്ത്യൻ ഡിഫൻഡേഴ്സ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. മിഡ്ഫീൽഡിൽ നല്ല പ്ലേയേഴ്സ് ഇല്ല. അതുകൂടാതെ പൊതുവെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ വിദേശ താരങ്ങളെ മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു. നല്ല ഇന്ത്യൻ താരങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിനൊപ്പം തന്നെ മികച്ച താരങ്ങളെ കൈവിടുകയും ചെയ്തു. ജിക്സൺ സിംഗിനെ പോലെയുള്ള പ്ലേയേഴ്സ്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള ആ ഒരു പൊസിഷൻ ഇപ്പോഴും ഒഴിഞ്ഞു നിൽക്കുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഗില്ലിനെ പോലുള്ള ഒരു ഗോൾ കീപ്പർ, അതിന് മുമ്പാണ് സഹൽ അബ്ദുൽ സമദിനെ പോലെയുള്ള പ്ലേയേഴ്സ്. അപ്പം പിന്നെ ചില പ്ലേയേഴ്സിനെയൊക്കെ ലോണിൽ വിട്ടു. ഇപ്പം ഏറ്റവും നിഹാൽ സുധീഷൊക്കെ ഒരു എക്സാമ്പിളാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു പുതിയൊരു കോച്ച് വരികയാണെങ്കിൽ പോലും ആ ഒരു പ്രോബ്ലം അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്രത്തോളം പ്ലേയേഴ്സിന് അവൈലബിൾ ആവും, മികച്ച താരങ്ങളെ അവൈലബിൾ ആവും എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ പുതിയൊരു കോച്ച് വന്നാലും ഈ ടീമിനെ വെച്ച് വേണം സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയായിരിക്കും. അതിനൊപ്പം തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. 1-2 പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പൊ അഭിഷേക് സിംഗിന്റെ ഒക്കെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള പ്ലേയേഴ്സ്, 1-2 പ്ലേയേഴ്സ്, ഇന്ത്യൻ പ്ലേയേഴ്സിന് നന്നായിട്ട് കളിക്കുന്ന ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഒക്കെ പേരുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എങ്ങനെ അവരൊക്കെ അവൈലബിൾ ആവും എന്നുള്ളതാണ്. അപ്പൊ മികച്ച സൈനികങ്ങൾ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണം. അപ്പൊ ഈ സീസണിൽ ഇനി എത്രത്തോളം പ്രതീക്ഷയുണ്ടെന്നുള്ള കാര്യം ഒരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഏത് കോച്ച് വന്നു കഴിഞ്ഞാലും. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു ഇവാൻ വുക്കമിനോവിച്ചിനേക്കാൾ നല്ലതൊരു പുതിയ കോച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ചുമതല ഏറ്റെടുക്കുന്നതാണ്. പുതിയ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISL എക്സ്പീരിയൻസ് ഉള്ള, ISLൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു കോച്ചാണെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും. ഇപ്പൊ ഡെസ് ബക്കിംഗ്ഹാം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം മികച്ചൊരു കോച്ചാണ്. 39 വയസ്സ് മാത്രമുള്ള അത്യാവശ്യം നല്ലൊരു ഡൈനാമിക് ആയുള്ള കോച്ചാണ്. മുംബൈ സിറ്റിക്ക് ISL ഷീൽഡൊക്കെ നേടിക്കൊടുത്ത കോച്ചാണ്. വളരെ പ്രിയങ്കരനായ, അതായത് ISLലെ ടീമുകളെല്ലാം വളരെ സജീവമായി അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു കോച്ചായിരുന്നു. ഇപ്പം ഓക്സ്ഫോർഡ് യുണൈറ്റഡിനെ കഴിഞ്ഞ സീസണിൽ ലീഗ് 1, അതായത് ഇംഗ്ലീഷ് 3ാം ഡിവിഷനിൽ നിന്ന് ഇംഗ്ലീഷ് 2ാം ഡിവിഷനായ ചാമ്പ്യൻഷിപ്പിലേക്ക് പ്രൊമോഷൻ നേടിക്കൊടുത്ത കോച്ചാണ്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ ആസ് എ കോച്ച് എന്നുള്ള രീതിയിൽ സാധിച്ചില്ല. 20ാം സ്ഥാനത്താണ് നിലവിൽ ഇംഗ്ലീഷ് 2ാം ഡിവിഷനിൽ ഓക്സ്ഫോർഡ് യുണൈറ്റഡ് നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ISL സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ മികച്ചൊരു ഓപ്ഷനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സാലറിയും മറ്റു ഇഷ്യൂസും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം ഒരു ചുളുവിൽ ആരെങ്കിലും കൊണ്ടുവരിക എന്നുള്ളൊരു
നിലപാടാണ് ബ്ലാസ്റ്റേഴ്സിന് ഉള്ളതെങ്കിൽ അത് തീർത്തും ശരിയാകും എന്ന് തോന്നുന്നില്ല. പിന്നെ ഇവാൻ മുക്കമോനോവിച്ചിന്റെ കാര്യത്തിൽ നമുക്കറിയാം, അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം കോച്ചാണ്. എക്കാലവും അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ എല്ലാവരും വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരു കോച്ചാണ്. പ്രത്യേകിച്ച് ആരാധകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത്രയും മിടുക്കുള്ള ഒരു കോച്ചില്ല. ആരാധകരുടെ പ്രിയപ്പെട്ട കോച്ചാണ്. അപ്പൊ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്ന് ടീമിനെ രക്ഷിക്കണമെന്നുള്ള ക്യാമ്പയിനിങ് കുറച്ച് ദിവസമായിട്ട് വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അദ്ദേഹം ഇതുവരെ ഇവാൻ മുക്കമോനോവിച്ച് ഒരു ടീമിന്റെയും ചുമതല ഏറ്റെടുത്തിട്ടില്ല. അപ്പം അതൊരു ഓപ്ഷനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 സീസണിലും ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച കോച്ചാണ്. ബ്ലാസ്റ്റേഴ്സിന് 3 സീസണിലും പ്ലേ ഓഫിൽ എത്തിച്ചു. ആദ്യ സീസണിൽ ഫൈനൽ വരെ എത്തിച്ചു. കപ്പനും ചുണ്ടിനും ഇടയിലാണ് കിരീടം നഷ്ടമായത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഇവാൻ വുക്കമനോവിച്ചിനുണ്ട്. അതിനേക്കാൾ ഉപരി ഫാൻസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോച്ച് എന്നുള്ള ഒരു ടാഗ് കൂടെ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും മാനേജ്മെന്റായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിഴയടക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ആ ബാംഗ്ലൂരുമായി മത്സരത്തിന് ശേഷമുള്ള സംഭവവികാസങ്ങൾ, അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ. അപ്പൊ ഇതൊക്കെ എങ്ങനെ വരും? നല്ല രീതിയിലല്ല അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം തിരികെ വരാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് താല്പര്യമുണ്ടാകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പിന്നെ നമ്മൾ ഈ പറയുന്ന 2 പേരുകളല്ലാതെ വേറെ ഏതെങ്കിലും കോച്ചിനെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അതും നമുക്ക് എഴുതി തള്ളാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസും ബ്ലാസ്റ്റേഴ്സ് നോക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കോച്ചിനെ മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമില്ല, കളിക്കാരെ മാറ്റണം. പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ, നിർണായകമായ പല സ്ഥാനങ്ങളിലും നല്ല സൈനികൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ല തിരിച്ചുവരവൊക്കെ നടത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.